ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു നാമമാണ് മുൻജി എന്നുള്ളത്. മുൻജി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. രക്ഷപ്പെടുത്തുന്ന ആള്. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. നമ്മുടെ മൗലൂദൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് സൃഷ്ടിജാലങ്ങളെ രക്ഷിക്കുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടിജാലങ്ങളെ രക്ഷിക്കുന്നവരാണ്. നമ്മൾ പലതവണ പല ഇസ്മുകളും ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നാളെ മഹ്ശറ വൻസഭയിൽ എല്ലാവരും ബേജാറാകുന്ന ഒരു ഘട്ടം. ജനങ്ങളൊക്കെ ഓരോ അമ്പിയാക്കളുടെ അരികിലേക്ക് പോകും. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പോകും, ഈസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പോകും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. എല്ലാ അമ്പിയാക്കളുടെ അരികിലേക്കും പോയി എല്ലാവരും കൈയൊഴിയും, നഫ്സി നഫ്സി, ഞങ്ങളുടെ കാര്യം തന്നെ ബേജാറിലാണ്, ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷ തന്നെ ബേജാറിലാൻ. അവസാനമായി ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഇദ്ഹബൂ ഇലാ മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദ് നബിയുടെ അരികിലേക്ക് പോകണം. അങ്ങനെയാണ് എല്ലാവരും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സൃഷ്ടികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. മുത്തുനബിയുടെ ശഫാഅത്ത് കൊണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങളും രക്ഷപ്പെടും. അതാണ് നമ്മൾ മൗലിദോതുമ്പോൾ ചൊല്ലുന്നത്, മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. നാളെ ജഹന്നമിൽ നിന്ന് രക്ഷിക്കുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹ്ശറ വൻസഭയിൽ അല്ലാഹുവേ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം. നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, സ്വർഗത്തിലാണെങ്കിൽ അവിടേക്ക്, എവിടേക്കെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോ അത്രയും വലിയ ബേജാറിലാണത് പറയുന്നത്. സൂര്യൻ ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. സൂര്യൻ ഒരു ചാൺ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ പ്രയാസകരമായ ഘട്ടത്തിൽ 15,150,000,000 കിലോമീറ്ററുകൾ അപ്പുറത്ത് ഇന്ന് സൂര്യൻ ഉദിക്കുമ്പോ ആ സൂര്യന്റെ ചൂട് ഏൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. എയർ കണ്ടീഷനുകൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ബേജാറിലാണ്, വെപ്രാളത്തിലാണ്, ചൂടുകൊണ്ട് വിയർത്തു പോകുന്നു, ക്ഷീണം വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ചൂട് കാരണമായി അടച്ചിടേണ്ട അവസ്ഥ വരുന്നു. നമ്മുടെ നാട്ടിലെ ചൂട് കാരണമായി അങ്ങനെയൊക്കെ വരികയാണ്. അത് എവിടെയാണ് സൂര്യനുള്ളത്? 150 മില്യൺ കിലോമീറ്ററുകൾ അപ്പുറത്ത്. ആ അവിടെ നിന്ന് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ 150 അടി പോലുമില്ല, കേവലം ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം നമുക്കൊക്കെ വരാനുണ്ട് മഹ്ശറ വൻസഭയിൽ. അവിടെ നിന്ന്
സൃഷ്ടിജാലങ്ങളെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനലഹാ, ഐ ആം റെഡി എന്ന് പറഞ്ഞ് മുത്തുനബി പോയി നമ്മെ രക്ഷപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, അതാണ് മുൻജിയായ റസൂലുള്ളാഹ്, രക്ഷകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം മഹ്ശറ വൻസബയിലെ ആ ബേജാറിൽ നിന്ന് മാത്രം രക്ഷപ്പെടുത്തുന്നവരല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മത്തിന്റെ ഐഹികവും പാരത്രികവുമായ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം വിശദീകരിച്ചു തന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാം വിശദീകരിച്ചു. ദുനിയാവിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും, ആഖിറത്തിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും, എല്ലാം നമുക്ക് പറഞ്ഞു തന്ന് നമ്മെ രക്ഷപ്പെടുത്തിയ നേതാവാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.